നമസ്കാരം, ഞാൻ ഡോക്ടർ എ സ്മിത് കുമാർ, അരീക്കൽ ആയുർവേദ ഹോസ്പിറ്റലിലെ ചീഫ് ഫിസിഷ്യനാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധമാണ്. അപ്പോൾ കോൺസ്റ്റിപ്പേഷൻ മലബന്ധം ഇന്ന് ഒരുപാട് പേരെയാണെങ്കിൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു രോഗമാണ്. യഥാർത്ഥത്തിൽ ഈ കോൺസ്റ്റിപ്പേഷൻ ആ ബുദ്ധിമുട്ട് പല രോഗങ്ങളുടെയും മൂല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റിപ്പേഷനാണ്. അപ്പോൾ കോൺസ്റ്റിപ്പേഷൻ റെഡിയാക്കി കഴിഞ്ഞാൽ തന്നെയാണെങ്കിൽ പല രോഗങ്ങൾക്കും നമുക്ക് ശമനം കിട്ടുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള കാരണം എന്താണ് എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണ രീതികൾ തന്നെയാണ്. നാര് കുറഞ്ഞുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്നത് പലപ്പോഴും ആണെങ്കിൽ ഇപ്പോൾ പച്ചക്കറികൾ ഭക്ഷണത്തിൽ ഉദാഹരണം ആൽക്കലൈനുള്ള സാധനം, കുമ്പളങ്ങ, വെള്ളരിക്ക, ചൊരയ്ക്ക, വെണ്ടയ്ക്ക, തക്കാളി, ബീട്രൂട്ട്, ക്യാരറ്റ്, പടവലങ്ങ, ചേന വളരെ നല്ല ഒരു ഭക്ഷണമാണ് മലശോധനയ്ക്ക്. ചുവന്നുള്ളി ഭക്ഷണം ഈ കൂടുതൽ ഉൾപ്പെടുത്തുന്നത് മലശോധനയ്ക്ക് നല്ലതാണ്. അതേപോലെ ചില രോഗങ്ങൾ ഒക്കെ ആണെങ്കിൽ ഈ കോൺസ്റ്റിപ്പേഷനിലേക്ക് നയിക്കുക. ഉദാഹരണത്തിന് തൈറോയ്ഡ് രോഗങ്ങൾ, അതേപോലെ തന്നെ ഡയബറ്റിക്സ് ആണെങ്കിലും, അതേപോലെ പൈൽസിൻ്റെ ബുദ്ധിമുട്ടുകൾ, ഫിസ്റ്റുലയുടെ ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെയാണെങ്കിൽ നമുക്ക് കോൺസ്റ്റിപ്പേഷനിലേക്ക് നയിക്കുന്നതാണ്. അതേപോലെ തന്നെ ഈ രൂക്ഷമായിട്ടുള്ള ചില ആഹാരങ്ങൾ, ഉദാഹരണത്തിന് അവലേസ് പൊടി രൂക്ഷമാണ്. അതേപോലെ തന്നെ ആണെങ്കിൽ ബേക്കറി സാധനങ്ങൾ, മൈദ ചേർന്നുള്ള സാധനങ്ങൾ, ബ്രെഡ്, ബിസ്ക്കറ്റ്, റസ്ക്, അല്ലെങ്കിൽ പപ്സ്, ബർഗർ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് കോൺസ്റ്റിപ്പേഷനിലേക്ക് നയിക്കുന്നതാണ്. പക്ഷേ പലപ്പോഴും ഞാൻ കാണുന്നതാണ് ഈ മലശോധനയ്ക്ക് ആൾക്കാരാണെങ്കിൽ ഈ പലപ്പോഴും ഈ പരസ്യത്തിൽ കാണുന്ന മരുന്നുകൾ വാങ്ങിച്ച് കഴിക്കും. അപ്പോൾ എനിക്ക് പറയാനുള്ളത് പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മലശോധനയ്ക്ക് അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷന് നമ്മൾ മരുന്ന് വാങ്ങിച്ച് കഴിച്ച് മലശോധന ശരിയാക്കാൻ നിൽക്കരുത്. കുറച്ചാൾ കഴിയുമ്പോൾ മരുന്ന് കഴിച്ചാലും മലശോധന ശരിയാവാത്ത അവസ്ഥ വരും. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ യഥാർത്ഥത്തിൽ ആഹാരത്തിൽ കൂടെ തന്നെ മലശോധന ശരിയാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ അതിന് വളരെ അനുയോജ്യമായിട്ടുള്ള, അത് വയറിന് ഇറിറ്റേഷൻ ഉണ്ടാക്കി മലശോധന ശരിയാക്കുന്ന ഒട്ടനവധി. ഇപ്പോൾ അതിൻ്റെ അകത്ത് ആയുർവേദ മരുന്നുകളൊന്നും മറ്റു മരുന്നുകളൊന്നും വ്യത്യാസമില്ല. ആയുർവേദ മരുന്നിൻ്റെ അകത്തുമുണ്ട് വയറിന് ഇറിറ്റേഷൻ ഉണ്ടാക്കി മലശോധന. അത് കുറച്ചുകൾ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വയറിനാണെങ്കിൽ അത് പലതരത്തിലുള്ള കോംപ്ലിക്കേഷനിലേക്ക് നയിക്കും. അതുകൊണ്ട് അത്തരത്തിലുള്ള മരുന്നുകളിലേക്ക് പോകാതെ വളരെ മൃദുവായിട്ടുള്ള മലശോധനയ്ക്കുള്ള മരുന്നുകൾ ആയുർവേദ ഡോക്ടറുടെ ഉപദേശപ്രകാരം വാങ്ങിച്ച് കഴിച്ച് അതിനൊപ്പം തന്നെയാണെങ്കിൽ ആഹാരത്തിലൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് ശരിയാവും. അതേപോലെ തന്നെ കൃത്യസമയത്തിന് മലശോധന, അപ്പോൾ രാവിലെ തന്നെ മലശോധനയ്ക്ക് ചെയ്യുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്. ഇപ്പോൾ രാവിലെ കൃത്യമായിട്ട് വെള്ളം കുടിക്കുക. അതേപോലെ തന്നെയാണെങ്കിൽ യോഗകളോ വ്യായാമങ്ങളോ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്ക് ഒരു പരിധി വരെ ആണെങ്കിൽ രാവിലെ തന്നെ മലശോധന കറക്റ്റ് ആവാൻ സഹായിക്കുന്നതാണ്. അതുകൊണ്ട് ഈ വെള്ളം കുടിക്കുന്നത് വളരെ പ്രധാനമാണ്. ഒരു ദിവസം എത്ര ലിറ്റർ വെള്ളം കുടിക്കണം അങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. ദാഹം എപ്പോൾ തോന്നുമോ അപ്പോൾ വെള്ളം കുടിക്കണം. അപ്പോൾ നന്നായിട്ട് വെള്ളം കുടിക്കേണ്ടതാണ്. നന്നായിട്ട് വെള്ളം കുടിക്കുന്നത് ഈ പറയുന്നത് പോലെ മലശോധനയൊക്കെ ശരിയാക്കാൻ നല്ലതാണ്. അതേപോലെ ഉച്ചയ്ക്കാണെങ്കിൽ ഉച്ചഭക്ഷണത്തിൽ കുറച്ച് നെയ്യ് ചേർത്ത് ആഹാരം കഴിക്കുന്നത് മലശോധന ശരിയാക്കാൻ നല്ലതാണ്. എള്ളുകഞ്ഞി, രാത്രിയിൽ കഞ്ഞിക്കൊപ്പം കുറച്ച് എള്ളും കൂടെ ചേർത്ത് കഞ്ഞി വെച്ച് കഴിക്കുന്നത് മലശോധന ശരിയാക്കാൻ നല്ലതാണ്. അതേപോലെ തന്നെയാണെങ്കിൽ ത്രിഫല ആയുർവേദത്തിൽ പറയുന്നതാണ്. എന്നാലും ദീർഘനാൾ ഉപയോഗിക്കരുത്. അത്യാവശ്യം മൃദുശോധന ലഭിക്കുന്ന ഒന്നാണ് ത്രിഫല പൊടിയാണെങ്കിൽ സേവിക്കുന്നത് നമുക്ക് ഈ പറയുന്നത് പോലെ മലശോധനയൊക്കെ ആണെങ്കിൽ കറക്റ്റ് ചെയ്യാനാണെങ്കിൽ നല്ലതാണ്. അതേപോലെ തന്നെ പഴങ്ങളെ, പച്ചക്കറികളെ, ഇതൊക്കെ കൂടുതൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. മറ്റ് ആഹാരത്തിനൊപ്പമാണെങ്കിൽ നമ്മൾ ഈ പഴങ്ങൾ കഴിക്കരുത്. പഴങ്ങൾ എപ്പോഴും കഴിക്കുമ്പോൾ ഒരു അരമണിക്കൂറിന് വ്യത്യാസം വേണം. കാർബോഹൈഡ്രേറ്റും പഴങ്ങളും രണ്ട് ഡൈജസ്റ്റീവ് ടൈമാണുള്ളത്. അപ്പോൾ ഇതിനൊപ്പം പഴങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ അവിടെ കിടന്ന് പുളിപ്പീരുണ്ടാക്കും. അപ്പോൾ എപ്പോഴും ഞാൻ കാണുന്നതാണ് ആൾക്കാരാണെങ്കിൽ ഈ മലശോധനയൊക്കെ ശരിയാവാനായിട്ട് ആഹാരത്തിന് ശേഷം പഴം കഴിക്കുന്നത്. അതും തെറ്റാണ്. ആഹാരം കഴിച്ച് ഒരു അരമണിക്കൂറെങ്കിലും വ്യത്യാസത്തിൽ വേണം നമ്മൾ എപ്പോഴും ആണെങ്കിൽ പഴങ്ങൾ കഴിക്കാൻ. അതും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശരിയായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കാണെങ്കിൽ മലശോധന ശരിയാക്കാം. പലപ്പോഴും നമ്മളൊക്കെ ഇവിടെ കൊടുക്കുന്ന എപ്പോഴും ആണെങ്കിലും ഇച്ചിരി ഏജിലായിട്ടുള്ള ആൾക്കാർക്ക് പലപ്പോഴും മലബന്ധം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണെങ്കിൽ അവർക്കൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഈ രൂക്ഷമായിട്ടുള്ള പൊടികളോ അല്ലെങ്കിൽ മറ്റ് ഔഷധങ്ങളൊക്കെ അതിലൊക്കെ ഏറ്റവും നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ തൈലം ചേർന്ന ഔഷധങ്ങളാണ്. ഇപ്പോൾ ഏരണ്ട തൈലത്തിൻ്റെ പല പ്രയോഗങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെയാണെങ്കിൽ കുറച്ചുകൂടെ അവർക്ക് സ്നേഹത്വം, അതായത് ഈ രൂക്ഷത്വം മാറിയിട്ട്
അവർക്കാണെങ്കിൽ വലിയ ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ നമുക്കത് പരിഹരിച്ച് എടുക്കാൻ സാധിക്കും. അതല്ലാതെ ഈ മലശോധനയ്ക്ക് ടാബ്ലറ്റുകൾ മറ്റ് സംഭവങ്ങളൊന്നും എടുത്ത് കഴിക്കാതിരിക്കുക, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആഹാരത്തെ ശ്രദ്ധിച്ച് കൃത്യമായിട്ടുള്ള ശരിയായിട്ടുള്ള ഔഷധങ്ങൾ സേവിച്ചു കഴിഞ്ഞാൽ മലബന്ധം നന്നായിട്ട് നമുക്ക് പരിഹരിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്.